അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ പോയാലും ആ VIP സെല്ലിലിരുന്ന് ഫയലുകളിൽ ഒപ്പിടാമെന്നും മന്ത്രിസ്ഥാനം ആസ്വദിക്കാമെന്നും കരുതിയ ചില നേതാക്കൾക്ക് ഇനി ശരിക്കും ചങ്കിടിക്കും. കാരണം അധികാര കസേര മോഹികളുടെ ആ വ്യാമോഹത്തിന് മേൽ അവസാനത്തെ ആണിയടിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരുങ്ങിക്കഴിഞ്ഞു. അഴിമതിക്കാരെ പൂട്ടാൻ ലക്ഷ്യമിട്ടുള്ള അതിശക്തമായ ഒരു ബില്ലിനാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി 30 ദിവസം തുടർച്ചയായി ജയിലിൽ കിടന്നാൽ പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും അവരുടെ കസേര തെറിക്കുന്ന 130ാം ഭരണഘടനാ ഭേദഗതി ബില്ലിന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അംഗീകാരം നൽകാൻ പോവുകയാണ്. വരുന്ന ജൂലൈ 20-ന് ആരംഭിക്കുന്ന പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ഈ ബിൽ കൊണ്ടുവരുന്നതിന് മുന്നോടിയായി ജൂലൈ 17-ന് തന്നെ JPC ഇതിന് പച്ചക്കൊടി കാണിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 5 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തതായി ആരോപണ വിധേയനായ മന്ത്രി 30 ദിവസം തുടർച്ചയായി തടവിലാക്കപ്പെട്ടാൽ 31ാം ദിവസം ആ സ്ഥാനം തെറിച്ചിരിക്കും. ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് അമിത്ഷാ ഈ സുപ്രധാന ബിൽ അവതരിപ്പിച്ചത്. തുടർന്ന് BJP MP അപരാജിത സാരംഗിയുടെ നേതൃത്വത്തിലുള്ള 31 അംഗ പാർലമെന്ററി സമിതി ഇത് പരിശോധിക്കാൻ രൂപീകരിച്ചു. എന്നാൽ ഈ ബിൽ പാസ്സായാൽ തങ്ങളുടെ പല നേതാക്കളുടെയും കസേര പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാകണം പ്രതിപക്ഷം ഈ സമിതിയുടെ നടപടികൾ തന്നെ ബഹിഷ്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തങ്ങളെ കേൾക്കുന്നില്ല എന്നൊക്കെയുള്ള പതിവ് വിലാപങ്ങളാണ് അവർ അന്ന് മുഴക്കിയത്. ബിൽ ജനാധിപത്യ വിരുദ്ധവും ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതുമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ വാദം. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ വെറും കസ്റ്റഡിയുടെ പേരിൽ സ്ഥാനം തെറിപ്പിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണത്രേ. എന്നാൽ 30 ദിവസത്തിനുള്ളിൽ ചുരുങ്ങിയത് 3 തവണയെങ്കിലും ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാൻ അവസരമുണ്ടല്ലോ എന്നാണ് ഭരണപക്ഷം ചോദിക്കുന്നത്. എന്നിട്ടും ജാമ്യം കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം കുറ്റം അത്രത്തോളം ഗുരുതരമാണെന്ന് തന്നെയല്ലേ? ജയിലിൽ കിടന്ന് നാട് ഭരിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതാണോ എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തിന് ഉത്തരമില്ല. നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന വിലാപങ്ങളെല്ലാം സ്വന്തം കസേര നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അഴിമതിക്കാർക്ക് ഭരണഘടനയുടെ തണലിൽ ഒളിക്കാൻ ഇനി കഴിയില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ നൽകുന്നത്. രാഷ്ട്രീയ പ്രതികാരം എന്നൊക്കെ പറഞ്ഞ പ്രതിപക്ഷം എത്ര നിലവിളിച്ചാലും വ്യവസ്ഥിതി ശുദ്ധീകരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഈ നീക്കം വലിയൊരു ആശ്വാസമാണ്. ജയിലറകളെ ഭരണസിരാ കേന്ദ്രങ്ങളാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ ബിൽ ശരിക്കും ഒരു ഇരുട്ടടി തന്നെയാണ്. കാലങ്ങളായി ഇവിടെ വേരുറച്ചു പോയ ജീർണതകളെ തുടച്ചു നീക്കാൻ ഇത്തരം കർശന നടപടികൾ അനിവാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.